ഓക്കെ 8086 ആർക്കിടെക്ചർ ഇതാണ് ഞാൻ പറഞ്ഞ ഡയഗ്രാം. 8086 ആർക്കിടെക്ചറിൽ വന്നിട്ട് എന്താണ് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനെ പറയുന്ന പേര് VIU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്നാണ്. രണ്ടാമത്തെ പാർട്ട് EU എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കൊണ്ടാണ് പൈപ്പ് ലൈനിങ് വന്നിട്ട് നമുക്ക് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് മെമ്മറിയിൽ നിന്ന് ഒരു ഫസ്റ്റ് കോഡ് ഇവിടെ നിന്ന് വാങ്ങിച്ച് എന്താണ് ഇതിലെ കൂടി പോയി ഈ Q എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ വന്നിട്ട് പോകും. അപ്പോൾ എന്താണ് ഒരു കോഡ് വാങ്ങിച്ച് ആദ്യത്തെ ഈ 1 എന്ന് പറഞ്ഞ ഇതിലോട്ട് എത്തുമ്പോഴേക്കും എന്താണ് രണ്ടാമത്തെ കോഡ് രണ്ടാമത്തെ ലൈനിൽ വരും, മൂന്നാമത്തെ കോഡ് മൂന്നാമത്തെ ലൈനിൽ വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അതേ സമയത്ത് ഫസ്റ്റ് കോഡ് ഇവിടെ ഒന്നാമത്തെ ഇതിലോട്ട് എത്തുമ്പോഴേക്കും അത് എന്ത് ചെയ്യും, രണ്ടാമത്തെ പാർട്ട് എക്സിക്യൂഷൻ പാർട്ടിലോട്ട് പോകും. അങ്ങനെ രണ്ടാമത്തെ പാർട്ട് എക്സിക്യൂഷൻ പാർട്ടിലോട്ട് പോകുമ്പോഴേക്കും അവിടെയാണ് എന്തുള്ളതെന്ന് പറഞ്ഞാൽ ALU ഉള്ളത്, രജിസ്റ്റേഴ്സ് A രജിസ്റ്റർ B രജിസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്താണ് എക്സിക്യൂഷൻ വന്നിട്ട് നടക്കുന്നത്. അത് ഫസ്റ്റ് കോഡ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അവിടെ എംപ്റ്റി ആകും. അങ്ങനെ എംപ്റ്റി ആകുമ്പോഴേക്കും അടുത്ത കോഡ് എന്താണ് മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട് ഇറങ്ങും. അങ്ങനെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് പൈപ്പ് ലൈനിങ് നടക്കുന്നതെന്ന് നമ്മൾ പറയണത്. ഓക്കെ, ഇനി ഈ ആർക്കിടെക്ചർ പറയുമ്പോഴേക്കും ഇങ്ങനെ പറയുക 8086 വന്നിട്ട് എന്താണ് 16 ബിറ്റ് പ്രോസസ്സറാണ്, 20 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉള്ളതാണെന്ന് പറയാം. ഇതിനകത്ത് രണ്ട് പാർട്ടുകൾ ഉണ്ടെന്ന് പറയാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടെന്ന് പറയാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് പുറത്തത്തെ മെമ്മറി ആയിട്ട് ഇൻ്റർഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സം സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സുകൾ ഉണ്ടെന്ന് പറയാം. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ES CS SS DS എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, ഇതാണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. IP എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ രജിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഉള്ളത് ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നതും 1 ഓഫ് ദ രജിസ്റ്റേഴ്സ് ആണ്. ഇതെന്താണ് അറ്റ് ദ ടൈം വരുന്ന 6 ബൈറ്റ് ഓഫ് കോഡുകളെ വന്നിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് ഒരു മെമ്മറി കാൽക്കുലേഷൻസ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഒരു സമ്മേഷൻ ഒരു യൂണിറ്റും കൂടി ഉണ്ടാവുമെന്നും കൂടി പറയാം. ഇതാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ഓക്കെ, അടുത്തത് ഇനി എന്താ രണ്ട് പടമായിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടാകും. പിന്നെ കുറച്ച് രജിസ്റ്റേഴ്സുകളുണ്ട്. ആ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും AX BX CX DX എന്ന് പറഞ്ഞ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതുകൂടാണ്ട് സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ ഉണ്ട്, ഇൻ്ററപ്റ്റ് പോയിൻ്റർ ബേസ് പോയിൻ്റർ രജിസ്റ്റർ ഉണ്ട്, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ 8086 യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെന്നുള്ളത് പറയാം. പിന്നെ എക്സിക്യൂഷൻ യൂണിറ്റിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ALU ഉണ്ട്. ALU ആണ് എന്ത് ചെയ്യണത് അരിത്മാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് വന്നിട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ഫ്ലാഗ് രജിസ്റ്ററും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം പറയാം. ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ തന്നെ ആർക്കിടെക്ചർ കഴിഞ്ഞു. ആർക്കിടെക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ആർക്കിടെക്ചറിൽ പൈപ്പ് ലൈനിങ്ങിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റുമാണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് പുറത്തത്തെ മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ കുറച്ച് രജിസ്റ്റേഴ്സും ക്യൂ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവും കൂടി ഉണ്ടെന്ന് കാര്യം പറയാം. ഇതിൽ എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സം സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും ഉണ്ട്. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും കോഡ് സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയാം.
ഇതെല്ലാം 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം പറയാം. അടുത്തത് ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഇത് അറ്റ് ദ ടൈം 6 കോഡുകളെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ടും ഓരോ കോഡായിട്ട് 1 by 1 ആയിട്ട് എക്സിക്യൂഷൻ യൂണിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും അടുത്ത കോഡുകൾ 1 by 1 ആയിട്ട് കയറി വരുന്ന കാര്യം പറയാം. അടുത്തത് രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നതാണ് എക്സിക്യൂഷൻ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ALU എന്ന് പറഞ്ഞാൽ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ AX, BX, CX, DX എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് രജിസ്റ്റർ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് രജിസ്റ്റേഴ്സുകളായിട്ടും സ്റ്റാക്ക് പോയിൻ്റർ, ബേസ് പോയിൻ്റർ, സോഴ്സ് ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റേഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇതെല്ലാം കൂടി 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം എടുത്ത് പറയാം. അപ്പോൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് പുറത്തത്തെ മെമ്മറിയിൽ നിന്ന് 1 by 1 ആയിട്ട് കോഡുകളെ വാങ്ങിക്കും തോറും ആ കോഡുകൾ 1 by 1 ആയിട്ട് എക്സിക്യൂഷൻ യൂണിറ്റിലോട്ട് എക്സിക്യൂട്ട് ആകുന്ന സമയത്തായിരിക്കും അടുത്ത കോഡുകൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ വാങ്ങുന്നത്. ഇങ്ങനെ പൈപ്പ് ലൈനിങ് ഉള്ളത് കൊണ്ടാണ് 8086 പ്രോസസ്സർ വന്നിട്ട് 8085നെയും കാട്ടിലും സ്പീഡ് കൂടുതലായിരിക്കും ഉള്ള കാര്യം പറയാം. ഇതാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത് കേട്ടോ.